ജല അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ നിന്നും മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച് എറണാകുളം വേങ്ങൂരിൽ രോഗവ്യാപനമുണ്ടായി 3 മാസത്തിനിപ്പുറവും യാതൊരു നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ. മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് കൈമാറിയെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശവാസിയായ ഒരു യുവതി കൂടി ഇന്നലെ മരിച്ചതോടെ രോഗബാധയെ തുടർന്നുള്ള മരണം 3ആയി. 75 ദിവസമായി ചികിത്സയിലായിരുന്ന അഞ്ജന ചന്ദ്രൻ എന്ന യുവതിയാണ് ഇന്നലെ മരിച്ചത്. എറണാകുളത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധ മൂലം ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. 28 വയസ്സുള്ള അഞ്ജന ചന്ദ്രനാണ് ഇന്നലെ മരിച്ചത്. അഞ്ജനയുടെ ഭർത്താവും ഭർത്തൃ സഹോദരനും മഞ്ഞപ്പിത്ത ബാധ മൂലം ചികിത്സയിലുമായിരുന്നു. 250ഓളം ആളുകൾക്കാണ് 3 മാസത്തിനുള്ളിൽ ഈ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു രോഗബാധ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടും യാതൊരു ഇടപെടലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന ആരോപണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മജിസ്റ്റീരിയൽ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് RDOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും അത് പിന്നീട് കളക്ടർക്ക് സമർപ്പിച്ചു. കളക്ടർ ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും സമർപ്പിച്ചുവെങ്കിലും ഈ കാര്യത്തിൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ തുക മുടക്കിയാണ് ഇന്നലെ മരിച്ച അഞ്ജന ചന്ദ്രൻ്റെ കുടുംബമായാലും മറ്റ് മഞ്ഞപ്പിത്ത ബാധിതരായാലും വിവിധ ആശുപത്രികൾ ചികിത്സ തേടിയത്. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു ധനസഹായങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. യാതൊരു ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജനയുടെ മരണത്തോടുകൂടി 3 പേരാണ് 3 മാസത്തിനിടയിൽ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ ഒരാൾ കൂടി മരിക്കുകയും ചെയ്തു. അങ്ങനെ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ഈ പ്രദേശത്ത് മരിച്ചവരുടെ എണ്ണം 4 ആളുകളായി. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിൽ നിന്നുമാണ് മഞ്ഞപ്പിത്ത ബാധ ഈ പ്രദേശത്ത് പടർന്ന് പിടിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 17-നായിരുന്നു ആദ്യം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട്. തുടർന്ന് ഒരു മാസത്തിനിടയിൽ വ്യാപകമായി 100ഓളം ആളുകൾക്ക് മഞ്ഞപ്പിത്ത ബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമയങ്ങളിലൊന്നും വ്യാപനത്തിൻ്റെ തുടക്കത്തിലൊന്നും യാതൊരു ഇടപെടലുകളും അധികൃതരിൽ നിന്നും ഉണ്ടാകാത്ത സാഹചര്യം അത് രോഗവ്യാപനം വ്യാപിക്കുന്നതിന് വളരെ വലിയ രീതിയിൽ വ്യാപിക്കുന്നതും പടർന്നു പിടിക്കുന്നതിനും കാരണമാവുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വേങ്ങൂർ പഞ്ചായത്തിന് മുൻപിലാണ്. ഈ വേങ്ങൂർ പഞ്ചായത്തിൻ്റെ അധികൃതരുടെ അനാസ്ഥയും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള പിഴവുകളുമാണ് ഇങ്ങനെയൊരു രോഗവ്യാപനം ഈ പഞ്ചായത്തിൽ പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. പൊട്ടിയ പമ്പുകളും മറ്റും വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിലൂടെ മലിനജലം ഈ ശുദ്ധജലത്തിൽ കുടിവെള്ളത്തിൽ കലരുകയും അത് രോഗവ്യാപനം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തു. സമയബന്ധിതമായി ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നതും അതും രോഗവ്യാപനം ഈ പഞ്ചായത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. കഴിഞ്ഞ കാലയളവിലൊന്നും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തമോ മറ്റ് പകർച്ചവ്യാധികളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു പഞ്ചായത്താണിത്. ആ ഒരു പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഈ വാട്ടർ അതോറിറ്റി വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമായി മഞ്ഞപ്പിത്ത ബാധ ഈ പഞ്ചായത്തിൽ പടർന്നു പിടിക്കുകയും അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. 3 മാസത്തിനിപ്പുറവും ഈ മഞ്ഞപ്പിത്ത ബാധയിൽ നിന്നും രോഗബാധയിൽ നിന്നും ഈ പഞ്ചായത്ത് മുക്തമായിട്ടില്ല. വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. യാതൊരു ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെയോ ആരോഗ്യ വകുപ്പിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതിന് പരാതികളുമായി നാട്ടുകാർ ഇപ്പോഴും രംഗത്തുള്ളത്. ഇപ്പോൾ ഈ നാട്ടിലെ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രദേശവാസികളാണ്, ഒപ്പം തന്നെ പൊതുപ്രവർത്തകനും നമ്മളോടൊപ്പമുണ്ട്. ഈ രോഗം ഇത്രയും പടർന്നു പിടിച്ച് 3 മരണം പഞ്ചായത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലും യാതൊരു ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? മജിസ്ട്രേറ്റിൽ റിപ്പോർട്ട് പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇതുവരെ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഏപ്രിൽ 17-ാം തീയതിയാണ് ഇവിടെ ആദ്യത്തെ മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഇലക്ഷനെ മുൻനിർത്തി ആ വിവരം മറച്ചുവെക്കുകയും ഇലക്ഷൻ്റെ അന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മഞ്ഞപ്പിത്ത വ്യാപനം ഈ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്കും ഏകദേശം ജനങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു തുടങ്ങി. നിലവിൽ ഇതുവരെ ഒരു ചികിത്സാ സഹായങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ആനുകൂല്യങ്ങളും ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് അധികൃതരോ ഒന്നും നൽകിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് പറയാനുള്ളത് ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടി കൊടുക്കണം. കാരണം ഏകദേശം ചികിത്സയിലുള്ള ആളുകൾക്ക് 30 ലക്ഷത്തിലോ അല്ലെങ്കിൽ 25 ലക്ഷത്തിലോ തുകയാണ് ഈ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ്, ഒട്ടനവധി ജനങ്ങളാണ് ചികിത്സ തേടിയിട്ടുള്ളത്. 250 ജനങ്ങൾ നിലവിൽ ഓൾറെഡി ഇപ്പോൾ ചികിത്സ തേടിക്കഴിഞ്ഞു. 3 ആളുകൾ മരണപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ നിയമസഭയിൽ ബഹുമാനപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി പോലും ഈ വിഷയത്തെ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഒരു കൂട്ടുരാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം
വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയോ അങ്ങനത്തെ ഒരു പ്രവണത പോലും നടന്നിട്ടില്ല. ഈ ദുരന്തം വന്നതിൽ കഴിഞ്ഞിട്ടും ഒരു മാസത്തോളമായിട്ടും വെള്ളം ചെക്ക് ചെയ്യാത്ത റിപ്പോർട്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ കയ്യിലുണ്ട്. കാരണം ഞങ്ങൾ വിവരാവകാശം വെച്ച രേഖകളെല്ലാം സമാഹരിച്ചിട്ടുള്ളതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. കാരണം ഈ പഞ്ചായത്തുകളിൽ ഓരോ മെമ്പർമാർക്കും ഓരോ തസ്തികകളുണ്ട്. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ വൻ അനാസ്ഥയും ആണെന്നാണ് നമുക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ജനപ്രതിനിധികൾ അവരുടെ കർത്തവ്യം നല്ല രീതിയിൽ നിർവഹിക്കാത്തതിൻ്റെ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം നടക്കുന്നത്. കാരണം ഇനിയും ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം നടക്കാതെ ഇതിനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ എത്താൻ പോകുന്നത്. അപ്പോൾ ആശങ്ക ഒഴിഞ്ഞ സാഹചര്യമുണ്ടോ പഞ്ചായത്തിൽ? ആരെങ്കിലും ചികിത്സയിലാണോ? ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും ഇത് വേറെ ആളുകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട് 10-ാം വാർഡിലാണ്. അവിടെ ഒരു വീട്ടിൽ അമ്മയ്ക്ക് വന്നു, അത് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് വന്നേക്കാണ്. അവരിപ്പോൾ പച്ചമരുന്നാണ് കഴിക്കുന്നത്. അവർക്ക് സാമ്പത്തിക തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവർ പച്ചമരുന്നാണ് കഴിക്കണത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കണമെന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പച്ചമരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങുള്ളൂ. രാജഗിരി പോലത്തെ ഹോസ്പിറ്റലിൽ പോയാൽ ലക്ഷങ്ങളാണ് അവർ മേടിച്ചെടുക്കുന്നത്. എത്രയൊക്കെ ഇടപെടലുകളൊക്കെ ഇടപെടലൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ഉണ്ടായിട്ടുണ്ടോ? ഇത് ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസ ഒരു കമ്പനികളിൽ നിന്നൊക്കെ പിരിച്ച് 2000 രൂപ വെച്ച് കിടന്ന രോഗികൾക്ക്, ആശുപത്രിയിൽ ചികിത്സ അനുഭവിച്ച രോഗികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറൊരു സഹായം ചെയ്തിട്ടില്ല. ഇതിന് പുറകെ ഞങ്ങൾ വീടുകൾ കയറി ഒപ്പിടിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താണ് കളക്ട്രേറ്റിൽ വരെ നമ്മൾ എത്തിച്ചത്. ഇപ്പോൾ ഈ മരണം സംഭവിച്ചപ്പോഴും ആളുകളുടെ ഉള്ളിൽ ആശങ്കയാണ്. പല സ്ഥലത്തും പല ആശുപത്രിയിൽ നിന്നും മരുന്ന് കഴിക്കുന്നവരുണ്ട്, പച്ചമരുന്ന് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ബിജു പറഞ്ഞ പോലെ 11-ാം വാർഡിലും 10-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ പുറത്ത് പറയാത്ത ഇതുണ്ടല്ലോ. കാരണം ഞങ്ങളാണ് ഇത് ആദ്യമേ ഈ കാര്യങ്ങൾ ജില്ലാ കളക്ടറുടെ അടുത്ത് എത്തിക്കുകയും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ച് പോവുകയെല്ലാം ചെയ്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ ദുരന്തം ഇവിടെ സംഭവിച്ചു പിന്നെ ഇവിടെ ജനം ടി വിയെ കൊണ്ടുവരികയും ജനം ടി വിയുടെ ആ ലൈവിലൂടെയാണ് ഇത് സമൂഹം അറിയാൻ ഉണ്ടായതും അതിൽ പിന്നെയാണ് ജനങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ അറിയാൻ സാധിച്ചത്. കാരണം ഇത് പഞ്ചായത്ത് അധികൃതർ മറച്ചു വെച്ചുകൊണ്ടുള്ള ജനങ്ങളോടുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ കാണിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വ്യാപനമാകാനുള്ള കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയോ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം മറച്ചു വെച്ച് ഇത് ഇത്രയും വ്യാപനത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരാണ്. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുക തന്നെ വേണം. അതിന് എവിടെയാണോ പോവേണ്ടത് അതിനെല്ലാം ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അതിനുവേണ്ടി ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നതാണ്. പഞ്ചായത്തിലെ ആശങ്ക ഒഴിയുന്നില്ല. പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നതും ആ ആശങ്ക തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള ചികിത്സകളുമായി മുന്നോട്ട് പോകാൻ ഭാരിച്ച സാമ്പത്തിക ചെലവാണ് ആവശ്യമായി വരുന്നത്. ഈ സാമ്പത്തിക ചെലവുകൾ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഇപ്പോഴും ഈ വേങ്ങൂർ പഞ്ചായത്തിലുള്ളതെന്ന് പ്രദേശവാസികൾ സാക്ഷ്യം പറയുന്നു. അത്തരത്തിലുള്ള യാതൊരു ഇടപെടലുകളും ധനസഹായങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതിലുള്ള ആശങ്കയും അവർ പ്രകടമാക്കുകയാണ്. 3 മാസത്തിനിപ്പുറവും ആശങ്ക തുടരുന്ന സാഹചര്യം, യാതൊരു നടപടികളും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകാത്തതിലുള്ള പ്രതിഷേധമൊക്കെയാണ് അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്.